വേണ്ട. ഖിറാഅത്ത് ലുഖ്മാൻ ഫൈസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഇബാദിയല്ലദീന ആമനൂ فإياي فاعبدون كل نفس ذائقة الموت كل نفس ذائقة الموت ثم إلينا ترجعون والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا على ربهم يتوكلون صدق الله العظيم. السلام عليكم. അസ്സലാമു അലൈക്കും. നമ്മളെ ജീവിതത്തിൽ നമ്മളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ, ഇപ്പോൾ എനിക്കിപ്പോൾ 48 വയസ്സ് കഴിഞ്ഞു. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര ആൾക്ക് പോസിറ്റീവായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. തിരിച്ചൊന്നും കൂടെ ആലോചിക്കുകയാണെങ്കിൽ ഈ 48 വർഷത്തിനുള്ളിൽ എത്ര ആളുകളുടെ ജീവിതത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഒരു ഇൻഫ്ലുവൻസ്, അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ വളരെ തുച്ഛം ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ട നേതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട ഈസക്ക നമ്മളുടെ കൂടെ ഇല്ല എന്ന് ഇപ്പോഴും ഒരു നമുക്ക് ആ അറിവുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആണ് ഈ ഒരു ചിന്തക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തില് അവർക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു ചെറിയ രീതിയിലല്ല, വളരെ അധികം മനസ്സിന്റെ അടിയിൽ അവരെയും അവരുടെ കുടുംബത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുമാറ് അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട ഈസക്കയെ കുറിച്ച് പറയാനുണ്ടാവും. ബഹുമാനപ്പെട്ട നേതാക്കള് സ്റ്റേജിലേക്ക്. പലതും അത് വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മള് KMCC എന്നുള്ള സംഘടനക്ക്, മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനകൾക്ക്, ഇവിടെയുള്ള എല്ലാ മതസംഘടനകൾക്കും അതുപോലെ ഇവിടെ എത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഈസക്ക ചെയ്ത കാര്യങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ചിന്തിച്ച് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തികളുടെ ജീവിതത്തിൽ ഈസക്ക ചെയ്ത ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്.
സാമ്പത്തികമായിട്ട് ആളുകളെ സഹായിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അതിന് സമ്പത്ത് വേണം, ഉണ്ടായാൽ പോരാ, അള്ളാഹു അതിനുള്ള ഒരു വലിയ ചിന്തയും സൗഭാഗ്യവും കൊടുക്കണം. പക്ഷെ ഈ സക്ക സാമ്പത്തികമായിട്ട് സഹായിക്കുക മാത്രമല്ല ചെയ്തത്. ഇപ്പൊ ഒരാൾക്ക്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരാൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ സംഘടനയ്ക്ക് കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്. നമ്മളൊരു സഹായം കൊടുക്കുമ്പോൾ സത്യത്തിൽ അവിടെ ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുള്ള ഘട്ടമുണ്ട്. ഈ വാങ്ങുന്ന ആളുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിലൊരു വിഷമമുണ്ട്. പക്ഷെ ഈ സക്ക നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈസക്ക കൊടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഈസക്കാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം വാങ്ങിയ ആളുകൾക്ക് ആർക്കും ആ ഫീൽ ഉണ്ടാവില്ല. കാരണം അവിടെ ആദ്യം ഈസക്ക ചെയ്യുന്നത് സ്നേഹം കൊണ്ട് അവർക്ക് ഈസക്കാന്റെ മുകളിൽ ഒരു അധികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോ എന്റെ ഉപ്പ എനിക്ക് പല തവണ കാശ് തന്നിട്ടുണ്ട്, നമുക്കൊക്കെ നമ്മളെ ഉപ്പമാര് തന്നിട്ടുണ്ടാവും. നമ്മളിപ്പോ ഉപ്പമാര് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ജോലിയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും. അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലല്ലോ. അവിടെ വലിയ അഭിമാനത്തിന്റെയും വലിയ സന്തോഷത്തിന്റെയും വലിയ സ്നേഹത്തിന്റെയും ഒരു ഫീലാണുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈസക്ക ഇടപെട്ട ഓരോ കേസിലും, ഞാൻ പറയുന്നത് KMCCയിലെ അല്ലെങ്കിൽ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുത്ത കാര്യമല്ല, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് വ്യക്തികൾക്ക്, ആയിരക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ ഈസക്ക വരുത്തിയ മാറ്റം എന്ന് പറയുന്നത്, അവർക്ക് എന്താണോ ആവശ്യം അത് അവരുടെ അവകാശമാക്കി മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ആദ്യം സ്നേഹം കൊണ്ട് അവരെ വല്ലാതെ അടുപ്പിക്കും. എന്നെ വ്യക്തി, ഞാനിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും, ഞാനിവിടെ അങ്ങനെ ഒരുപാട് സുദീർഘമായിട്ട് പറയല്ല. പക്ഷെ എന്നെ എന്റെ മാതാപിതാക്കളും എന്റെ ഭാര്യയും മക്കളും കഴിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവുക ഈസക്കയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളായതിനു ശേഷം ഈ പറഞ്ഞ ആളുകളിലേക്കാളും ചിലപ്പോ ഒരു പ്രായം കൊണ്ട് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളത് എണ്ണി നോക്കുകയാണെങ്കിൽ ചിലപ്പോ അവരെ പലരെയും ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഈസക്ക ഒരു 2 ദിവസം കാണാതെ അല്ലെങ്കിൽ ഒരാഴ്ച കാണാതെ കാണുമ്പോൾ, നമ്മൾ എത്ര മാസങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ നമ്മൾ കൈ പിടിച്ച് കുലുക്കുക എന്നല്ലാതെ ഈസക്ക അത് വെറുതെ ചെയ്യുന്നതല്ല. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഒരു പ്രോഗ്രാം, ഇപ്പോൾ ഒരു പരിപാടി, നമ്മൾ എത്ര ചെറിയ പരിപാടിയാണെങ്കിലും എത്ര വലിയ പരിപാടിയാണെങ്കിലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ ഈസക്ക നമ്മളെ കെട്ടിപ്പിടിച്ച് ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് എനർജിയും സ്നേഹവും ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് ഒഴുക്കുന്ന രീതിയിലുള്ള, അല്ലാതെ വെറുതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല അവിടെ നടക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഇതിലൊരു 75% ആളുകൾക്കും അത് മനസ്സിലാകും. കാരണം ഒരിക്കലെങ്കിലും അത് അനുഭവിച്ച ആളുകളാണ് നിങ്ങളൊക്കെ. ഇങ്ങനെ സർവ്വമേഖലയിലും ഇപ്പോൾ ആളുകൾക്ക് അപ്പുറത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താണോ വേണ്ടത് അതാണ് ഈസക്ക നൽകിക്കൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ പലരും പറയുന്ന പോലെ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്ന പോലെ ഒരു സാമ്പത്തിക സഹായം നൽകുക എന്നല്ല ചെയ്തത്. ഈസക്ക അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ സ്നേഹം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാക്കിയുള്ളതൊക്കെ അതിന്റെ പുറകെ വന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈസക്കാന്റെ സ്ഥാപനത്തിൽ 2 ആളുകൾ മരിച്ച് അവർക്ക് ശമ്പളം ഇതുവരെ നിലക്കാതെ കൊടുത്തതും ഇപ്പൊ അടുത്ത ദിവസം മക്കളൊക്കെ പറയുമ്പോൾ അറിഞ്ഞ അതിനപ്പുറം ചെയ്ത പല കാര്യങ്ങളും, ആ കുടുംബത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്കുറപ്പുണ്ട് ആ കുടുംബത്തിന് ഒരിക്കൽ പോലും ഇങ്ങനെ ഈ ഒരു വാങ്ങുന്ന സൈഡിൽ നിന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായില്ല. കാരണം ആ വീട്ടിലെ ഒരു കുടുംബനാഥനാണ് ഈസക്ക അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അവിടെ അങ്ങനെയാണ് ഓരോ രീതിയിലും. ഇപ്പോ എന്റെ വീട്ടില് ആണെങ്കിൽ പോലും അവിടെ വരുമ്പോ ഒരു കുട്ടികൾക്ക് ഒരു വല്ലിപ്പ വന്ന ഒരു പ്രതീതിയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരോടുള്ള പെരുമാറ്റം, അവരുടെ കാര്യങ്ങൾ. ഇപ്പൊ എന്റെ മോനെ ഇവിടുന്ന് ഡൽഹിക്ക് പഠിക്കാൻ പോയതിനു ശേഷം കാണുമ്പോഴൊക്കെ അവന്റെ കാര്യം ചോദിക്കുക. അത് എന്നോട് മാത്രമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഇപ്പോ നമ്മളിപ്പോ കുറെ കാലമായിട്ട് കൂടെ ഈസക്കയുമായി ഇടപെടുന്ന, ഇപ്പൊ ഓഫീസിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ച് ഈസക്കയെ കുറിച്ച് ചോദിച്ചോളൂ. ഒരു മനുഷ്യൻ നമുക്ക് ഒരുപാട് മാതൃകകള്, ഒരുപാട് ചിന്തകള് നമ്മളുടെ മുൻപിൽ ഇട്ട് തന്നിട്ട്, കാരണം എന്റെ മരണത്തില് നമ്മളൊക്കെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും അത് ഇങ്ങോട്ട് റിയലൈസ് ചെയ്ത്, അതായത് സത്യമാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു ഘടകം ഉണ്ടല്ലോ,
അതിലേക്ക് ഇപ്പോഴും പലരും എത്തുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ തോളം ആളുകളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഈസക്ക ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ അത്ര പ്രാർത്ഥിച്ചാൽ മതി. അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഈസക്ക അദ്ദേഹത്തിന്റെ ഈ പാഠങ്ങൾ മാത്രമല്ല തന്നേച്ചിട്ട് പോയത്. ഇപ്പൊ ഈ കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്കൊക്കെ നമ്മൾ പലർക്കും ഈസക്കാന്റെ മക്കളെ പല രീതിയിലായിട്ട് പരിചയമുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ ഈസക്ക വേർപാടിന്റെ ശേഷം ഇപ്പോൾ പല വേദികളിലായിട്ട് അവരുടെ സംസാരം അവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഈസക്ക എവിടെ വെച്ച് നിർത്താതെയാണ് ഈസക്ക നിർത്താതെയാണ് പോയിട്ടുള്ളത്. ഈസക്ക നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, രോഗിയായിട്ട് ഈസക്ക കടന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈസക്ക രോഗിയായിട്ട് കിടക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇപ്പോൾ CP ബഹുമാനപ്പെട്ട സൈദലി സാഹിബ് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു 1.5 വർഷമായിട്ട് സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ കിടപ്പിലാവുന്ന അവസ്ഥയിലാണ് ഈസക്ക ഉള്ളത്. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനറിയാം. നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് അദ്ദേഹത്തെ അടുത്തുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ സമദ് സാഹിബ്, സലീം സാഹിബ് അടക്കമുള്ള നമ്മുടെ സീനിയർ നേതാക്കൾക്ക് ഒപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ ഒപ്പമുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ള നിങ്ങൾ കൂടെ ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു 1.5 വർഷമായിട്ട് കിടപ്പില്ല. പക്ഷെ ഈസക്ക കടന്നിട്ടില്ല. ആകെ ആ ലഹരിയിൽ കുറച്ച് ദിവസം നിന്നതും അങ്ങനെ നമ്മൾ വിരലിലുണ്ടാവുന്ന രീതിയിലുള്ള വളരെ അപൂർവമായിട്ടുള്ള ഈ അവസാനം 5-6 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈസക്ക വളരെ സജീവമായിക്കൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് വിശ്രമത്തിന് പോയ പോലെയാണ്. ഇന്ന് നേരത്തെ റാഷിദ് ഗസാലി ഇവിടെ WMOന്റെ പ്രോഗ്രാമിൽ സംസാരിച്ച പോലെ പണ്ഡിതന്മാരൊക്കെ പറയുന്നതാണ്. നമുക്ക് ഉള്ള അറിവുകളുടെ പരിമിതികളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാക്കി മാറ്റട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ മനുഷ്യരാണ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ നമ്മളുടെ ഈ ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈസക്കാൻ, നമ്മളെ സ്വന്തം ഈസക്കാനെ ഓർക്കുക. ഈസക്കാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇന്നുവരെ ഈസക്കാൻ ആരും ഓർക്കാത്ത നിമിഷം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും നമ്മളൊരു ചടങ്ങ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുള്ള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സമദ് സാഹിബ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം സാഹിബ്, നമ്മളുടെ പ്രിയപ്പെട്ട CP ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പ്രഭാഷണം നടത്താനൊന്നും വന്നതല്ല, നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. കാരണം ഈ CP മലപ്പുറത്ത് നിങ്ങൾക്കറിയാം, CP മാത്രം വിളിച്ചു ചേർത്ത് നേതാക്കന്മാരൊക്കെ നമ്മളെ പ്രിയപ്പെട്ട റഹീമൊക്കെ അതിൽ ഉണ്ടായിരുന്നു. ഈസക്കാനെ വളരെ അടുത്ത ആളുകൾ മാത്രമുള്ള ഒരു ഒത്തുചേരൽ കഴിഞ്ഞ ദിവസം നടത്തിയതിന്റെ ശേഷമാണ് CP ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. CPയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു നിങ്ങളോട്, പ്രിയപ്പെട്ട നൗഫലും നാദിറും നമീം ആസാദും, അതുപോലെ പ്രിയപ്പെട്ട നൗഫലിന്റെ ഭാര്യ പിതാവ്, അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു കുടുംബം, അത് ഞാനിങ്ങനെ അറിയുന്നത് വീണ്ടും പറയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹിന്റെ ഈ നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ഒരു പ്രതിഫലം ഈ ലോകത്ത് തന്നെ കിട്ടുമെന്നുള്ളതിന്റെ തെളിവ് ആ കുടുംബത്തിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിലാവും. ഞാൻ സുദീർഘമായിട്ട് പറയുന്നില്ല. ഇവിടെ എത്തിയ എല്ലാവരെയും ഔപചാരികക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സവാദ് സാഹിബിനോട് കാര്യപരിപാടികൾ നിയന്ത്രിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട KMCCയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സമദ് സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈസക്കയെ അനുസ്മരിക്കുന്ന ഈ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സവാദ് സാഹിബ്, പ്രിയപ്പെട്ട CP, സംസ്ഥാന ഭാരവാഹികളുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, ഈസക്കയുടെ പ്രിയപ്പെട്ട മക്കൾ, സ്വാഗതം ആശംസിച്ച അഖു, റഫീഖ് തുടങ്ങിയ പ്രിയപ്പെട്ട നേതാക്കളെ, സദസ്സിലെ പ്രിയപ്പെട്ട
നേതാക്കളെ, സുഹൃത്തുക്കളെ, ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഈ KMCC ഹാളിൽ ഈസക്കയെ അനുസ്മരിക്കാൻ ഞാൻ അശക്തനാണ്. നമ്മോടൊപ്പം, ഞങ്ങളോടൊപ്പം തോളോട് തോളുരുമ്മി പ്രവർത്തിച്ച ഈസക്ക KMCC ഖത്തറിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നിരന്തരമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും KMCCയുടെ ഈ ഹാളിൽ പലപ്പോഴും ഏറ്റവും അങ്ങേ സൈഡിലെ സീറ്റിലിരിക്കുക, അല്ലെങ്കിൽ പുറകിൽ അവിടെ പോയി രണ്ടാമത്തെ സീറ്റിലിരിക്കുന്ന ഈസക്ക പലപ്പോഴും വിളിച്ചാൽ സ്റ്റേജിലേക്ക് വരില്ല. സാധാരണക്കാരനായി ഏതെങ്കിലും മൂലയിലിരിക്കാനാണ് ഈസക്ക ഇഷ്ടപ്പെടാറ്. ആ ഈസക്കയെ 2 പതിറ്റാണ്ടിന്റെ ബന്ധമുണ്ട് എനിക്ക് ഈസക്കയായിട്ട്. 20 വർഷത്തിന് മേഖലയിൽ ഉള്ള ബന്ധമുണ്ട്. ദോഹയിലെ പല കലാപരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സ്പോൺസറായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈസക്കയെ പരിചയപ്പെടുന്നത്. ഇവിടെ വേദിയിൽ ഈസക്കയായിട്ട് ഏറ്റവും അടുത്ത് അന്ന് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഉള്ള ഇവരുണ്ട്. അന്ന് ആദ്യമായിട്ടൊരു സ്പോൺസറായിട്ടാണ് ദോഹ സിനിമ അടയ്ക്കുന്നതിന് മുമ്പ്, ആ സമയത്തായിരുന്നു, ദോഹ സിനിമയിലായിരുന്നു പല പരിപാടികളും നടത്തിയിരുന്നു, സംഘടിപ്പിച്ചിരുന്നത്. അന്ന് നസീമൽ റബിയുടെ ഭാഗത്ത് സ്പോൺസറായിട്ടാണ് ഈസക്കയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ബന്ധങ്ങൾ ഒരുപാട് കടന്നുപോയി. KMCC മായിട്ട് ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ഈസക്കയായിട്ട് അടുത്തു. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ അതിൽ അപ്പുറം അടുത്തു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പലപ്പോഴും വാട്സപ്പിലായിട്ടും ഫോണിലൂടെയും ഒരുപാട് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളും കുടുംബകാര്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കരുതിയത്, വിശ്വസിച്ചിരുന്നത് ഈസക്കയുടെ ഒട്ടുമുക്ക കാര്യങ്ങളും 90% കാര്യങ്ങളും ഞാനുമായി ഷെയർ ചെയ്യപ്പെട്ടു, എനിക്കറിയാമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം കുറെ അനുസ്മരണ സമ്മേളനങ്ങൾ, യോഗങ്ങൾ, അനുശോചന യോഗങ്ങളിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴത്തെ സഹായം ചെയ്ത പലരുമായി സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് 90% പോയിട്ട് 1% പോലും ഈസക്കയെ മനസ്സിലാക്കാൻ, അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും എത്രയോ അപ്പുറത്തുള്ള ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ഈസക്ക. ഇപ്പൊ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അക്കു സൂചിപ്പിച്ചതുപോലെ, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ, ഒരു പ്രസിദ്ധമായ കനേഡിയൻ ഇന്ത്യൻ എഴുത്തുകാരൻ്റെ റോബിൻ ശർമ്മയുടെ ഒരു ബുക്കുണ്ട്. ജീവിതത്തെപ്പറ്റിയും അതിൻ്റെ പാഠങ്ങളെപ്പറ്റിയും ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയൊക്കെ പറയുന്ന ആ പുസ്തകം ഈസക്ക തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഹൂ വിൽ ഡൈ, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. ആരാണ് കരയുക നമ്മൾ മരിച്ചാൽ? നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ എത്രയോ അപ്പുറത്തുള്ള മനുഷ്യരാണ് ഈസക്ക മരിച്ചപ്പോൾ കരഞ്ഞത്. അതായിരുന്നു ഈസക്ക. പലപ്പോഴും ഈസക്കയെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടുതലൊന്നും ഞാൻ ഈസക്കയുടെ മക്കൾ ഇരിക്കുന്ന വേദിയിൽ പറയുന്നില്ല.
എങ്കിലും ഈസക്ക പലപ്പോഴും നമ്മുടെ വേദികളിലൊക്കെ വന്നിട്ട് പറയും, 450 റിയാലിന് ജോലിയെടുത്തവനാണ് ഞാൻ, ടേപ്പ് റെക്കോർഡർ ഷെയർ ചെയ്തിട്ട് പാട്ട് കേട്ടവനാണ് ഞാൻ എന്നൊക്കെ പല വേദിയിലും ഈ KMCC ഹാളിൽ വെച്ച് ഈസക്ക സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി, എന്തിനാണ് ഈ മനുഷ്യൻ ഈ 450 റിയാലിന് വന്നതൊക്കെ പറയുന്നു, ഇന്ന് കോടീശ്വരനാണ്, അപ്പൊ അതെന്തിനാണ് എന്നുള്ള ഒരു സംശയം പലർക്കും തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ജീവിതാവസാനം വരെ താൻ വന്ന വഴി മറക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈസക്ക ആ കാര്യങ്ങൾ എന്നും ഓർമ്മിക്കുന്നത്. ഒരു ബേക്കറിക്കാരന്റെ മകൻ പൊള്ളാച്ചിയിൽ ബേക്കറി നടത്തിക്കൊണ്ടിരിക്കുന്ന ബാപ്പ, ആ ബാപ്പയ്ക്ക് അസുഖമായപ്പോൾ 2 വർഷത്തിലൊരിക്കൽ മാത്രം നാട്ടിൽ പോകാൻ പറ്റുന്ന ഒരു പ്രവാസിയായ ഈസക്ക നാട്ടിൽ പോയി. ബാപ്പാക്ക് സുഖമില്ലാതായപ്പോൾ നാട്ടിൽ പോയി, ബാപ്പയെ ശുശ്രൂഷിച്ചു തിരിച്ചു വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ആ ബാപ്പ മരിക്കുന്നു. ആ ബാപ്പയെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഇവിടുന്ന് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന ഈസക്ക, തെറ്റില്ലല്ലോ, സ്വന്തം ബാപ്പ മരിച്ചിട്ട് ബാപ്പയെ കാണാൻ പോകാൻ പറ്റാത്ത പ്രവാസി. നമ്മളിൽ പലരും അങ്ങനെ ഉണ്ടാവാം, കാരണം ലീവ് കിട്ടൂല. അങ്ങനെയുള്ള ഒരു പ്രവാസിയിൽ നിന്നാണ് ദിവസവും നാട്ടിൽ പോയി വരാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഈസക്ക മാറിയത്. ആ മാറ്റത്തിനൊപ്പം തന്റെ പഴയകാല ജീവിതം, ഞാൻ ഏത് വഴിയിൽ നിന്നാണ് വന്നത് എന്ന് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 450ന്റെ കഥ പറയുന്നതെന്ന് ഈസക്ക നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാം ഓരോരുത്തരും ഓർക്കേണ്ട മാതൃകയാണത്. വന്ന വഴി മറക്കാതിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നമുക്കുണ്ടാകാം, പക്ഷെ എല്ലാ ഉയർച്ചയിലും ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് മറക്കാതിരിക്കുക എന്നത് ജീവിതത്തിലൂടെ പഠിപ്പിച്ച മഹാനായ ഒരു വ്യക്തിത്വമാണ് ഈസക്ക. ഇവരൊക്കെ പൊള്ളാച്ചിക്കാരാവേണ്ടതായിരുന്നു. KMCCയുടെ ഹാളിലൊന്നും വരേണ്ടവരായിരുന്നില്ല. ഈസക്കയുടെ ജനനവും ഈസക്കയുടെ വിദ്യാഭ്യാസവും കുട്ടിക്കാലവും ഒക്കെ പൊള്ളാച്ചിയിലായിരുന്നു. ഉമ്മ കൊടുങ്ങല്ലൂർക്കാരനാണ്, ബാപ്പ കൊടുങ്ങല്ലൂർക്കാരനാണ്, ഉമ്മ മുന്നിയൂർക്കാരിയാണ്. എങ്കിലും ഈസക്കയുടെ ജനനവും വിദ്യാഭ്യാസവും പഠനവും ഒക്കെ പൊള്ളാച്ചിയിലായിരുന്നു. അതാണ് ആ പൊള്ളാച്ചിയുടെ തമിഴ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തമിഴിലേക്ക് പോകുന്നത്. ജീവിതം തുടങ്ങിയതൊക്കെ പൊള്ളാച്ചിയിലാണ്. ഇവിടെ വന്നതിന് ശേഷം, പ്രവാസ ജീവിതം ഇതാക്കിയതിനു ശേഷം, കല്യാണം കഴിച്ചതിന് ശേഷം ആ ഒരു മലയാളികളോടുള്ള സ്നേഹവും മലയാളിമയും, ഒപ്പം ആ മുമ്പ് വന്നിരിക്കുന്ന ഉപ്പമാരും വല്യപ്പമാരും ഒക്കെ ജീവിച്ച അതിൽ കൂടെ വീണ്ടും മലയാളത്തോടുള്ള സ്നേഹവും, ഒപ്പം മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലും ഒക്കെ കുറ്റിപ്പുറത്തൊക്കെ ബന്ധപ്പെടുകയും ഇവിടുത്തെ KMCC പ്രവർത്തകന്മാരുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈസക്കാക്ക് KMCCയോടും കേരളത്തോടുമൊക്കെയുള്ള അതിയായ പ്രേമവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത്തരമൊരു മഹാ വ്യക്തിത്വത്തെയാണ് ഇവിടെ നാം ഓർമ്മിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, സ്വാഗത പ്രസംഗത്തില് തന്റെ ഓഫീസിൽ, തന്റെ കമ്പനിയിൽ ജോലി ചെയ്ത 2 പേര് മരണപ്പെട്ടപ്പോൾ, ആ മരണപ്പെട്ടത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നുമല്ല, മറിച്ച് ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മറ്റൊരു അറബിയുടെ വാഹനം വന്നിടിച്ചിട്ടാണ് ഈ 2 ജോലിക്കാർ മരിച്ചത്. ഒരു ബാധ്യതയുമില്ല ഈസക്കാക്കോ ആ കമ്പനിക്കോ ഇവരോട് അവരുടെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റോ മറ്റോ ഉണ്ട് കൊടുക്കണമെന്നല്ലാതെ. അങ്ങനല്ലേ റസാക്കെ അതിന്റെ നിയമവശം? കാരണം ഡ്യൂട്ടി ടൈമിലല്ല, സാധനം വാങ്ങാൻ വീട്ടിലേക്കല്ല റൂമിലേക്ക് സാധനം വാങ്ങി
വരുന്ന വഴിയിൽ റോഡിന്റെ നടുക്ക് വെച്ചിട്ട് ആക്സിഡന്റ് ആയി. ആ 2 പേർക്കും അവരന്ന് വാങ്ങിച്ച, മരിക്കുമ്പോൾ വാങ്ങിച്ച ശമ്പളവും ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും കൃത്യമായിട്ട് മാസാമാസം അവരെ വീട്ടിലെത്തിക്കുന്നത്. ഏതെങ്കിലും മലയാളികളെന്ന് പറഞ്ഞത് ലോകത്ത് ഏതെങ്കിലും കമ്പനിയോ ഏതെങ്കിലും വ്യക്തിയോ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, മുമ്പ് കണ്ടിട്ടില്ല, ഇനിയും കാണാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് ഇതുവരെ അവരെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അതിലൊന്ന് മുസ്ലിമും ഒന്ന് അമുസ്ലിമുമാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് വേറെ ഒരു സ്നേഹവുമല്ല, ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും ആവശ്യക്കാർക്ക് സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസം CP-യുടെ പരിപാടിയും കഴിച്ചിട്ട് യതീന്ദ്രൻ മാഷ് കൂടെ ഞാനിങ്ങനെ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ യതീന്ദ്രൻ മാഷ് ഇങ്ങനെ കഥ പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ. യതീന്ദ്രൻ മാഷ് വീട്ടിൽ പോയപ്പം മകൾക്ക് SLC-യിൽ ഫുൾ മാർക്ക് A+ കിട്ടിയപ്പോൾ ഒരു സമ്മാനവുമായിട്ട് ഈസക്ക പോകുന്നു. +2-ന് ചെന്നപ്പം പാസ്സായപ്പോഴും നല്ല മാർക്കോട് പാസ്സായപ്പം മറ്റൊരു സമ്മാനവുമായിട്ട് പോകുന്നു. ആശ എന്ന ഒരു സംഘടന രൂപീകരിച്ച് കേരളത്തിലെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവര് 10 സാന്ത്വന അവാർഡ്, അങ്ങനെയാണെന്ന് തോന്നുന്നു കൊല്ലത്ത് കൊടുക്കുന്നത്. 10 സാന്ത്വന അവാർഡ്, മറ്റൊരു 10 വേറൊരു പേരിലൊരു അവാർഡ്, ഇതൊരു അറിയാം പേരിന്റെ 2 അവാർഡുകൾ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള ഒരു അവാർഡ്, മറ്റൊരു തരത്തിലുള്ള ഒരു അവാർഡ്. ഒരു 20 അവാർഡും വർഷത്ത് കൊടുക്കും. ആരാ കൊടുക്കുന്നത് ഞാൻ ചോദിച്ചത്, നല്ല പൈസ കിട്ടുന്ന ഒരു കമ്മിറ്റിയാണോ എന്ന് വെച്ചു. അപ്പൊ യതീന്ദ്ര മാഷ് പറയാണ്, കൊടുക്കുന്നതൊക്കെ ഒരാളാണ്. ഈ 20 പേർക്കും 2 പേരിൽ കൊടുക്കുന്നത്, ആശ എന്ന സംഘടനയുടെ പേരിൽ കൊടുക്കുന്നത് ഈസക്കയാണ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിങ്ങനെ ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. ആശയെ പറ്റിയിട്ട് നമുക്ക് നേരത്തെ അറിയാം. ആശ എന്ന സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്, അവാർഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ യതീന്ദ്രൻ മാഷ് അത് സംസാരിക്കുന്നത് വരെ ഞാൻ കരുതിയത് ആശ എന്ന സംഘടന പരിപാടികൾ സംഘടിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബാബുരാജിന് വീട് വെച്ചു കൊടുത്ത കാര്യം, ഒരുപാട് കലാകാരന്മാരെ സ്നേഹിക്കുകയും അതിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, അവർ വീട് വേണമെങ്കിൽ വീട് വെച്ചു കൊടുക്കുക, ഹോസ്പിറ്റൽ ചെലവ്. പല കലാകാരന്മാരും അവശത അനുഭവിച്ച് ഹോസ്പിറ്റലായപ്പോഴ് ആ ഹോസ്പിറ്റലിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് ഈസക്കയാണ്. കാരണം നമ്മൾ കാണുന്നത് KMCC-യിലൊക്കെ കാണുന്നത് കുറച്ച് ഫണ്ടുകൾ, പിന്നെ എന്തെങ്കിലും പരിപാടിക്ക് ഈസക്ക സ്പോൺസർഷിപ്പ് ചെയ്യുന്നു, കുറച്ച് പദ്ധതികൾക്ക് നമ്മുടെ കായികമില്ലത്ത് ഫണ്ട്, മൽക്കാർ റൂഹി ഫണ്ട്, അതിനൊക്കെ കുറച്ച് പൈസ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് ഈസക്ക എന്ന്. ഇതല്ല ഈസക്ക, ഇതല്ലായിരുന്ന ഈസക്ക. ഇതിന്റെയൊക്കെ 10 മടങ്ങ് ആവശ്യക്കാർക്ക് അവരെടുത്ത് പോയിട്ട് ചെയ്യുന്ന, ഇരു കൈ അറിയാതെ, ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാതെ നേരിട്ട് പോയിട്ട്, മക്കൾക്ക് പോലും ആർക്കും അറിയണ്ടാവില്ല ഈസക്ക ചെയ്തതിന്റെ. നിങ്ങൾക്കെല്ലാം 10,000-ൽ ഒരു ഇത് മക്കൾക്ക് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ വാപ്പ ചെയ്ത കാര്യം, ഡാഡി ചെയ്ത കാര്യം. ഇതൊക്കെ ഇങ്ങനെ കേട്ട് വരുമ്പോഴാണ്, ഓരോരുത്തരോട് സംസാരിച്ചു വരുമ്പോഴാണ് ഈസക്കയുടെ ഈ വലിയ വലുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും നമുക്കൊന്നും 1% പോലും ഈസക്കയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പൊ അത് എല്ലാ കാര്യത്തിലും, ബിസിനസ് കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിരുന്നു, കണക്കിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി വന്നപ്പം SSP-യുടെ കാര്യം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ ആളെ ആലോചിക്കേണ്ടേ വന്നിട്ടില്ല, ഈസക്കയായിരുന്നു. ഇപ്പൊ ഏറ്റവും അടുത്തൊരു കുറ്റ്യാടി മണ്ഡലം ഇപ്പൊ ഒരു ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ട് ഈ 28-ാം തീയതി. ആ ബിരിയാണി ചലഞ്ചിന് വേണ്ടി കുറ്റ്യാടിയുടെ സെക്രട്ടറി കക്കട്ടിലുള്ള ഒരു KMCC-കാരനെ വിളിച്ചു. ഒരു പേര് സുഹൈൽ അൻസാരി സഹരി എന്നിട്ട് പേരുള്ളതാണ്. ബിരിയാണി ചലഞ്ചിന് വിളിച്ചപ്പം ഈ യുവാവ് പറയാണ്, നിങ്ങൾ ബിരിയാണി ചലഞ്ചിനെ പറ്റി പറഞ്ഞപ്പോഴെനിക്ക് ഈസക്കയെ ഓർമ്മ വന്നുപോയി.
അപ്പൊ ചോദിച്ചു എന്താണ് കാര്യം. അപ്പം ഈ പ്രവർത്തകൻ, ഈ സുഹൃത്ത് പാസ്പോർട്ട് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. ഹിന്ദിയിലാണ് വിളിക്കുന്നത്. ഒരാളെ ഹിന്ദിയിൽ വിളിച്ചിട്ടാണ് സംസാരം തുടങ്ങുന്നത്. ഈ പേര് കണ്ടപ്പം മറുഭാഗത്ത് ഇരിക്കുന്ന ആള് വിചാരിച്ചു ഇവൻ ഹിന്ദിക്കാരനാണ് എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഹിന്ദി അറിയില്ല. അപ്പം സംസാരിച്ചു തുടങ്ങിയപ്പം പറഞ്ഞു, മേ ഈസക്കാവും, ഞാൻ ഈസയാണ് എന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു, ഈസക്ക നിങ്ങൾ എനിക്കറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴ് അവനോട് പറയാണ്, മൽക്കാറൂഹി ബിരിയാണി ചലഞ്ചില് നിങ്ങൾ 20 റിയാല് കൊടുക്കാനുണ്ട്. ആ 20 റിയാല് കൊടുക്കുന്നത് വിട്ടുപോയതാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ വാഗ്ദാനം ചെയ്ത 20 റിയാലിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റം വരരുത് എന്ന് കരുതിയിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. നമുക്ക് ആർക്കും അറിഞ്ഞൂടാ, നമ്മളെ ഭാരവാഹികൾക്ക് ആർക്കെങ്കിലും അറിയൂ. മനസ്സിലാക്കണം, ഒരു പ്രവർത്തകനോട് നീ ഇത് വിട്ടുപോയതാണെങ്കിൽ ആ 20 റിയാല് നീ കൊടുക്കണം, കാരണം അതിന്റെ കുറ്റം നിനക്കുണ്ടാവുമെന്ന് ഇന്ത്യക്കാരനാണെന്ന് വെച്ചിട്ട് പോലും സംസാരിച്ച ഈസക്ക. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു സംഭവം അറിയ പോലില്ല. എത്ര വലിയവനായിരുന്നു ആ മനുഷ്യൻ. ആ മനുഷ്യൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയൊക്കെ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടട്ടെ. KMCCക്കോ അല്ല എന്റെ ജീവിതത്തിലോ KMCCക്കോ ദോഹയ്ക്കോ ഖത്തറിനോ അതിനപ്പുറം കേരളത്തിനോ ഇനി മറ്റൊരു ഈസക്കയെ കിട്ടില്ല. 1000 ജന്മങ്ങൾ എടുത്താലും ആ ജന്മത്തിൽ നമുക്കൊരു ഈസക്കയെ കിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈസക്കയുടെ മക്കളുണ്ട്. അതും ഒരു സംഭാഷണത്തിൽ പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞു, ദീർഘിപ്പിക്കുന്നില്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈസക്കയുടെ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. മക്കളെ, ഈസക്കയ്ക്ക് കുറ്റിപ്പുറത്ത് സെറ്റിലാവണം, വലിയ വീടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കവിടെ ഒരു ഫ്രൂട്ട് സ്റ്റാൾ, അവരുടെ മനസ്സിലുള്ളതാണ്, ഒന്നൊരു വലിയ ഫ്രൂട്ട് സ്റ്റാൾ വേണം, ഒരു സ്പെയർ പാർട്സിന്റെ ഒരു സംഭവം വേണം. ഇസക്കയുടെ മനസ്സിലുണ്ടായിരുന്ന, ഞാൻ അവിടെ പോയിട്ട് കുറ്റിപ്പുറത്ത് പോയിട്ട് സെറ്റിൽ ചെയ്തിട്ട് വെക്കാൻ പോകുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എത്ര കാലം ജീവിക്കാനാവുമെന്നറിയില്ല, എങ്കിലും എന്റെ മനസ്സിലെ പ്ലാൻ ഇതാണ്. ഓർക്കണം, നമ്മൾ കുറ്റിപ്പുറത്ത് ഫ്രൂട്ട് സ്റ്റാള് വെക്കണമെന്നുള്ള ആ ഒരു ചിന്ത, അത് ആലോചിക്കണം നിങ്ങൾ. കുറ്റിപ്പുറത്ത് വലിയ മാളുണ്ടാക്കി അതില് ആഡംബരമായിട്ട് ജീവിക്കണമെന്നല്ല ഇസക്ക ആഗ്രഹിച്ചത്. മറിച്ച് അവിടെ ഒരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ടാക്കണമെന്ന് പറയണമെങ്കിൽ, എന്റെ ജീവിതാഭിലാഷം അതാണെന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ വലുപ്പം നാം മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഓർക്കുന്ന ഈ നിമിഷത്തില് CP ഇവിടെ സംസാരിക്കാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിന്റെ നാമത്തിൽ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമുക്കാർക്കും ഇനിയും ഉൾക്കൊള്ളാനാവാത്ത ഒരു വേർപാട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ഈസ സാഹിബ്, ഈസക്ക നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അതൊക്കെ പതുക്കെ ഉൾക്കൊണ്ടുവരുന്ന ഈസക്കയുടെ കുടുംബമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈസക്ക നമ്മിൽ നിന്ന് വിട പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തു തീർത്ത നന്മകൾ, അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനകളും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ആളുകൾ ആ ദുഃഖം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇസക്കയുടെ കർമ്മഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന
ഖത്തറിലെ ഈസക്കയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേദിയായിരുന്ന മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചത്. ഈസക്ക നമ്മോട് വിട പറഞ്ഞതിന്റെ പിറ്റേ ദിവസം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ വലിയ ഒരു അനുശോചന യോഗം നമ്മൾ നടത്തിയതാണ്. ഈസക്കയെ ഓർക്കാൻ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. ഈസക്കയെ അങ്ങനെ ഓർത്തെടുക്കാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളും പ്രവർത്തനങ്ങളും ഒക്കെ എടുത്തു പറയുന്നത് അത് എത്രമാത്രം പറഞ്ഞു തീർക്കാനാവും എന്നറിയില്ല. ഡോക്ടർ ഇവിടെ ഉദ്ഘാടന സംസാരത്തിൽ നമുക്ക് അറിയുന്നതും അല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മള് ഈസക്കയുമായി ഏറ്റവും അടുത്ത ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന, എപ്പോഴൊക്കെ ഈസക്ക നാട്ടിൽ പോയാലും ഈസക്ക പോയിരുന്ന, കണ്ടിരുന്ന, ഈസക്ക ചേർത്ത് പിടിച്ചിരുന്ന പ്രിയങ്കരനായ ചന്ദ്രികയുടെ മുൻ പത്രാധിപർ, നമ്മുടെ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ, ഈസക്കയോടൊപ്പം ഈസക്ക നമുക്കറിയാം വലിയ കലാകാരനും കലാസ്നേഹിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ കലാരംഗത്തെ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് പാർട്ടി കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയുടെ അംഗമായി, പിന്നീട് അതിന്റെ വൈസ് ചെയർമാനൊക്കെ ആയി അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ അന്ന് വൈദ്യർ അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഈസക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായി നമ്മളൊക്കെ കാണുന്ന പ്രിയങ്കരനായ CP സൈദലവി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മോട് പറയും. അദ്ദേഹത്തിന്റെ ജീവിതം പറയണമെങ്കിൽ അങ്ങനെ വലിയ ഒരു പഠനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരോടൊക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വളരെ തുറന്ന് സംസാരിക്കും. അത് കുടുംബകാര്യങ്ങളാണെങ്കിലും ബിസിനസ് കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം തുറന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരാളായിരുന്നു ഈസക്ക. ഈസക്കയുടെ ജീവിതം തന്നെ ഒരു നമ്മൾ വിശേഷിപ്പിക്കും തുറന്ന പുസ്തകം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം അതൊക്കെ തുറന്നു പറയാനുള്ള യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. ഈസക്കയുടെ പ്രവാസം ഈസക്ക തന്നെ നമ്മളോട് പല തവണകളായിട്ട് പല വേദികളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖലീഫ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈസക്ക ഖത്തറിലേക്ക് വരുന്നത്. അവിടെ ഒരു തൊഴിലാളിയായി ബോംബെയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകളെ, ആ ടീമിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ അവരോടൊപ്പം ഇടയാടി ബാബാഹാജി അടക്കമുള്ള നമ്മുടെ കഴിഞ്ഞകാല നമ്മുടെ നേതാക്കന്മാരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഖത്തറിൽ വന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലിയിൽ വ്യാപൃതനായി പിന്നീട് മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച് ആ മുനിസിപ്പാലിറ്റിയിലെ ജീവിതകാലവും അദ്ദേഹത്തിന്റെ ശമ്പളവും ഒക്കെ ഈസക്ക പറയും. 405 റിയാലിന് എന്റെ ഫസ്റ്റ് ശമ്പളം അതായിരുന്നു എന്ന് ഒരു മടിയും കൂടാതെ തുറന്ന് സംസാരിച്ചിരുന്ന, 405 വളരെ പ്രാധാന്യം കൊടുത്ത് എവിടെ പോയാലും ഏത് ഹോട്ടലുകളിൽ താമസിച്ചാലും 405 നമ്പർ റൂം തെരഞ്ഞെടുത്ത് താമസിച്ചിരുന്ന ഒരാൾ. മുനിസിപ്പാലിറ്റിയിലെ ജോലിക്ക് ശേഷം സ്വന്തമായി വളരെ അദ്ദേഹം പിതൃതുല്യനായി കാണുന്ന അലി അൽ മാലിക്കി അവരുമായി ബന്ധപ്പെട്ട് സ്ഥാപനം തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം, അദ്ദേഹത്തിന്റെ വിയർപ്പും അദ്ദേഹത്തിന്റെ രക്തവും അദ്ദേഹത്തിന്റെ മജ്ജയും മാംസവും ഒക്കെ സംഭാവന നൽകി പടുത്തുയർത്തിയ വലിയ ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഖത്തറിൽ രൂപപ്പെടുത്തിയെടുത്ത് അതിനെ വളർത്തി എടുത്ത് ഇത്രമാത്രം കൊണ്ടുവന്നിട്ടും ഈസക്ക അദ്ദേഹത്തെ മുതലാളി എന്നും അദ്ദേഹം ഒരു തൊഴിലാളിയാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടെ പറഞ്ഞ് ആ ഒരു തൊഴിലാളി ചെയ്യുന്നത് രാവിലെ 8 മണിക്ക് ഈസക്ക ഓഫീസിലെത്തും, ഉച്ചക്ക് 1 മണിക്കാണ് ഓഫീസിൽ നിന്ന് വരിക, എന്നിട്ട് വീണ്ടും 4 മണിക്ക് പോയി രാത്രി 7 മണി 8 മണി വരെ
കൃത്യമായി ജോലി ചെയ്ത് ജീവിച്ച ഒരാൾ. അദ്ദേഹത്തിന്റെ നിഷ്കപടതയും അദ്ദേഹത്തിന്റെ ആ നിസ്വാർത്ഥതയും നിഷ്കളങ്കതയും ഒക്കെയാണ് അതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത്. KMCCയിൽ അദ്ദേഹം 2002 പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2002 KMCCയിൽ വന്നത് തൊട്ട് കഴിഞ്ഞ ദിവസം സലീംക മറ്റൊരു അനുസ്മരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ 2002 പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം KMCCയുടെ പ്രസിഡന്റായി തുടങ്ങി ഈ 2025 KMCCയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായി നമ്മോട് വിടവാങ്ങുന്ന നിമിഷം വരെ ഒരു വിശ്രമവും അറിയാതെ, വിശ്രമമില്ലാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി, KMCCക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഓടി നടന്ന ഒരാൾ, അതാണ് ഈസക്ക. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊന്നും നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പറയാൻ അതിന് സമയം തികയുന്നവരില്ല. നമുക്ക് ഈസക്ക വന്ന ശേഷം ഞാനൊക്കെ 2012 ജില്ലാ KMCCയുടെ ഭാരവാഹിയായി വരുന്നത്. പ്രിയപ്പെട്ട റഷീദ് സാഹിബ് പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയും ഈസക്ക ട്രഷററുമായ കമ്മിറ്റി. അവിടെ നിന്ന് ഇങ്ങോട്ട് 2025 എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു നിഴലായി യാത്ര ചെയ്യാൻ സാധിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. ഒരിക്കൽ പോലും ഒരു പ്രതിസന്ധിയും സംഘടനാ പ്രവർത്തനത്ത് രംഗത്ത് ഇല്ലാത്ത രീതിയിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്. അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ കുടുംബത്തെ, ഈസക്കയുടെ 3 മക്കളെയും KMCCയുടെ അംഗങ്ങളാക്കി. ഈസക്ക പലപ്പോഴും അഭിമാനത്തോടുകൂടെ പറയാറുണ്ട്, വാപ്പയും 3 മക്കളും ഒരേ സമയം KMCCയിൽ മെമ്പർഷിപ്പ് എടുത്തത് ഞങ്ങൾ മാത്രമാണ്. ഈസക്കയും 3 മക്കളും ഈ KMCCയുടെ അംഗങ്ങളാണ്. അദ്ദേഹത്തിന്റെ മരുമകൻ ആസാദ്, അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ്. അദ്ദേഹവും KMCCയുടെ അംഗമായി. പറ്റാവുന്ന അവസരങ്ങളിലൊക്കെ മക്കളെ ഈ KMCCയുടെ വേദികളിൽ, പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് KMCCയുമായി ബന്ധപ്പെടുത്തി നിർത്താൻ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഇവിടെ ജനിച്ച് ഇവിടെ വിദ്യാഭ്യാസം നേടി ഇവിടെ വളർന്ന ആളുകൾ എന്ന നിലയിൽ അവർക്ക് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ലാതിരുന്നിട്ടും കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ വീട്ടിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും പലപ്പോഴും, എങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ ഓടി നടക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഈസക്ക കുടുംബത്തെയും നമ്മുടെ ഒപ്പം നിർത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ നസീമത്ത നമ്മുടെ വനിതാ KMCCയുടെ സംസ്ഥാന ട്രഷററായി പ്രവർത്തിച്ച ആളാണ്. ആ ഒരു കുടുംബം മൊത്തത്തിൽ KMCC ആയി ജീവിക്കുകയായിരുന്നു ഇതുവരെ. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു വലിയ പദ്ധതി ഏറ്റെടുത്തു. അതുവരെ നമുക്ക് ഏറ്റെടുക്കാനൊക്കെ മടിയുണ്ടാകുമായിരുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണക്കായി പാർട്ടി സംവിധാനിച്ച ബൈത്തുർ റഹ്മ പദ്ധതി, അത് ആദ്യമായി ഒരു KMCC ഏറ്റെടുത്തത് ഖത്തർ KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ്. അന്ന് നമ്മൾ പ്രഖ്യാപിച്ച 16 മണ്ഡലങ്ങളിലെ 16 ബൈത്തുർ റഹ്മ വീടുകൾ, അത് പിന്നീട് 17 അത് ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ വീട് എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് സ്പോൺസർ ചെയ്ത ആളുകളിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വൈകിയതിന്റെ പേരിൽ ഇതൊന്നും മുടങ്ങിപ്പോകരുത് എന്ന് മനസ്സിലാക്കി ഈ 17 വീടുകളും നിർമ്മിക്കാനുള്ള സംഖ്യ അഭിവന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ബാങ്കിൽ ആദ്യം തന്നെ നിക്ഷേപിച്ചു. ഈസക്ക അദ്ദേഹത്തിന്റെ സ്വന്തം പണം എടുത്ത് ഏകദേശം 1 കോടിയോളം രൂപ വരുന്ന സംഖ്യ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. വളരെ സമയബന്ധിതമായി ആ വീടുകളുടെ പണി നിർമ്മാണം പൂർത്തീകരിക്കാൻ ഈസക്ക മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ഓരോ വീടും അദ്ദേഹം പോയി കണ്ടു, ഓരോ കുടുംബത്തെയും അദ്ദേഹം പോയി കണ്ടു. അതിൽ 3 വീട് ഈസക്ക തന്നെ നൽകിയതാണ്. അതിൽ പല കാരണങ്ങൾ കൊണ്ട് പൈസ സ്പോൺസർ ചെയ്ത ആളുകൾക്ക് തരാൻ സാധിക്കാതെ പോയ പലരും ഉണ്ട്, ബിസിനസിന്റെ പ്രതിസന്ധികൾ മൂലം മറ്റൊക്കെ കാരണങ്ങൾ കൊണ്ട്. പക്ഷെ അതെല്ലാം ഈസക്ക സ്വന്തം കയ്യിൽ നിന്ന് വെച്ച് കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട്
അപ്പോ അത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും അതിൽ സംഘടനയ്ക്ക് യാതൊരു പ്രതിസന്ധിയും വരാതിരിക്കുന്നതിന് വേണ്ടി, അതിന്റെ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഈസക്ക നൽകിയ സേവനം, അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, അത് ഒരിക്കലും വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട ബാസിത്ത് വിട പറഞ്ഞപ്പോ ബാസിത്തിന്റെ ഓർമ്മക്ക് വേണ്ടി, ആ ബാസിത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പൈസ എടുത്ത്, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് പൈസ എടുത്ത് 16 ലക്ഷം രൂപ അതിനുവേണ്ടി നൽകി. ഏറ്റവും ആധുനികമായ ഒരു ആംബുലൻസ് മഞ്ചേരിയിലെ സിവിക് സെന്ററിന് വേണ്ടി ഈസക്ക നൽകി. അതും KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ. അദ്ദേഹം എവിടെ പോയാലും, ഏത് പ്രദേശങ്ങളിൽ സന്ദർശിച്ചാലും, ആർക്കൊക്കെ സഹായങ്ങൾ ചെയ്താലും അത് ഈസക്ക എന്ന പേരിൽ എവിടെയും അദ്ദേഹം കൊടുത്തില്ല. അതൊക്കെ അദ്ദേഹം ഒന്നുകിൽ മലപ്പുറം ജില്ലാ KMCCയുടെ പേരിൽ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം KMCCയുടെ പേരിൽ, ബാസിത്തിന്റെ നാട്ടിലെ ഒരു പെയിൻ പാലിയേറ്റീവ് സ്ഥാപനമുണ്ട്, അദ്ദേഹത്തിന് ഇന്നും അതിനുവേണ്ടി ഓരോ മാസവും അതിന്റെ ചിലവിലേക്ക് ഈസക്ക ബാസിത്തിന്റെ പേരിൽ ഇന്നും പൈസ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ ചെയ്ത സേവനങ്ങൾ, അവർക്കൊക്കെ വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ, പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത വിധം, പൈസ കൊണ്ട് മാത്രമല്ല, എന്തൊരു പരിപാടി സംഘടന ഏറ്റെടുക്കുമ്പോഴും ധൈര്യത്തോടു കൂടെ അത് ഏറ്റെടുക്കാനുള്ള നമ്മുടെ ഒരു പിൻബലം, നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് KMCC. സത്യത്തിൽ ഈസക്ക വിട പറഞ്ഞപ്പോൾ അനാഥമായി പോയത് ഈസക്കയുടെ കുടുംബം മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ച് KMCC മലപ്പുറം ജില്ലയിലെ KMCCയുടെ പ്രവർത്തകന്മാരും കമ്മിറ്റിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ, മറ്റു ജില്ലക്ക് മുന്നിലൊക്കെ വളരെ അഭിമാനത്തോടെ, കുറച്ചൊക്കെ അഹങ്കാരത്തോടു കൂടെ നമ്മൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്തൊരു പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ അതിന്റെ ഒക്കെ പിന്നിലുണ്ടായിരുന്ന ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഈസക്ക തന്നെയായിരുന്നു. ആ ഈസക്കയുടെ വേർപാട് നമുക്കുണ്ടാക്കിയിട്ടുള്ള നഷ്ടം ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള യാത്രയിൽ അദ്ദേഹത്തെ നമുക്കൊക്കെ അറിയാം, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സന്തോഷം പ്രകടിപ്പിച്ചാലും ദുഃഖം വന്നാലും ഒക്കെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. പക്ഷെ ഒരിക്കൽ പോലും ഒരാളോടും KMCCയുടെ പ്രവർത്തകന്മാരായാലും അല്ലെങ്കിലും ചെറിയ ഒരു കാലത്തേക്കൊക്കെ ഒരു വെറുപ്പോ അതല്ലെങ്കിൽ ഒരു അകൽച്ചയോ ഒക്കെ കാട്ടിയാലും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഒരാളെയും വെറുക്കാത്ത, ഒരാളോടും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാത്ത പച്ചയായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു ഈസക്ക. എനിക്ക് ഈ ഒരു അനുസ്മരണ സദസ്സിൽ സൂചിപ്പിക്കാറുള്ളത്, നമ്മുടെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഈ സംഘടനാ പ്രവർത്തകരായി പോയതിന്റെ പേരിൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളുടെ പേരിൽ അതിനെ കൂടുതൽ കാലത്തിലേക്ക് കൊണ്ടുപോകാതെ പെട്ടെന്ന് ആ വിഷയത്തിൽ, അതല്ലെങ്കിൽ ഒരു നിലപാടിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഒരു അഭിപ്രായത്തിന്റെ പേരിലൊക്കെ അത് ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ തീർക്കുകയും അത് വ്യക്തിപരമായി എടുക്കാതെ, വ്യക്തിവിദ്വേഷമായി എടുക്കാതെ, വെറുപ്പായി മനസ്സിൽ കൊണ്ട് നടക്കാതെ, ഇവിടെ ഈ സംഘടനയുടെ പേരിൽ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ മനസ്സിൽ യാതൊരു ഭാരവും പേറാതെ പരസ്പരം പൊരുത്തപ്പെട്ട് സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകണം എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനടക്കമുള്ള ആളുകൾ. ഈസക്ക അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഒരു കല്യാണം നടന്നപ്പോ, ആ കല്യാണം നടന്ന ഹാള് നമ്മുടെ സൽവാർ റോട്ടിലെ റിത്താജ് റിസോർട്ടില് വലിയ ഹാളും വലിയ സംവിധാനങ്ങളുമാണ്. കല്യാണം വിപുലമായ കല്യാണമാണ്. അപ്പൊ ആ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് പിരിയാൻ നേരത്തെ ഈസക്ക പറഞ്ഞത് നമുക്ക് നവോത്സവത്തിന്റെ സമാപനം ഇവിടെ വെച്ച് നടത്തണം എന്നാണ്. ഞാൻ അതുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കത് ഇൻഷാ അല്ലാഹ് ഇവിടെ നടത്തണം. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ മലപ്പുറം പെരുമയുടെ സമാപനം നടത്തിയത് നമ്മുടെ റീജൻസി ഹാളിലാണ്. ഞങ്ങൾ ആരും കണ്ടെത്തിയ ഹാളൊന്നുമല്ല. അത് നേരത്തെ തന്നെ അതിന് 10-24,000 രൂപ റെന്റ് ഉണ്ട്. KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം
അത്തരത്തിലുള്ള ഒരു ഹാളിലൊന്നും പരിപാടി നടത്താനുള്ള സാമ്പത്തിക ശക്തിയൊന്നും നമുക്കില്ല. പക്ഷെ ഈസക്ക നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പേ ആ ഹോള് ബുക്കും ചെയ്ത് അഡ്വാൻസും കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൃത്യമായി അതൊക്കെ ഇങ്ങനെ ചെക്കൗട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാതിരുന്നാൽ ഈസക്ക അതൊക്കെ വളരെ നേരത്തെ ചെയ്തു തീർത്തിട്ടുണ്ടാവും. CP ഇവിടെ ഇരിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാർ വരുമ്പോൾ ആ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം ഒരുക്കുന്നതിന് അവർക്ക് സിമ്മ് വരെ എടുത്തു വെച്ച് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് അവർ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഓരോ സമയവും അവരുടെ ഭക്ഷണം, അവരുടെ കാര്യങ്ങൾ, അവർ തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ഒരു ഗിഫ്റ്റ് ബോക്സ്, അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ലാതെ അത് വളരെ കൃത്യമായി യാതൊരു തടസ്സവും മുടക്കവും ഇല്ലാതെ ഈസക്ക ചെയ്തിട്ടുണ്ടാവും. ഈസക്ക ചെയ്തു തീർക്കേണ്ടത് മുഴുവൻ തീർത്തിട്ടാണ് ഈസക്ക നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. വലിയ ഒരു മാതൃകയാണ്. പറഞ്ഞാൽ തീരാത്തത്ര ഈസക്കയുടെ സംഭാവനകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈസക്ക മരിച്ചപ്പോ ലോകം മുഴുവൻ, മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ ഈസക്കയെ അനുസ്മരിക്കുന്നുണ്ട്, ഈസക്കയെ കുറിച്ച് പറയുന്നുണ്ട്. പലരും ഈസക്കയെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും മുൻപ് പരിചയപ്പെടാൻ പറ്റാത്ത പോയതിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ജീവിക്കുന്ന കാലത്ത് നിഷ്കളങ്കമായി, നിഷ്കപടമായി, നിസ്വാർത്ഥമായി ഇത്രമാത്രം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ. ഇപ്പൊ സംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഏത് സദസ്സിന് പോയാലും ഈസക്ക KMCCയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത് ഇവിടെ ഒരു പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വളരെ അഭിമാനമുള്ള ഈ KMCCയുടെ മുഖമായിരുന്നു ഈസക്ക. ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്നവർ.